സന്തോഷത്തിന്റെ അറബനമുട്ടി സാഹോദര്യത്തിന്റെ മാർഗം കളിച്ച് ഒരുമയുടെ നൃത്തമാടി മേളപ്പുറം. കോഴിക്കോടും തൃശൂരും ഇഞ്ചോടിഞ്ച് പോരാടിയപ്പോൾ അവസാന നിമിഷം വരെ ആകാംക്ഷ കാത്തുവച്ചു മലപ്പുറം. ഒടുവിൽ 912 പോയിന്റുകളോടെ കോഴിക്കോടിന്റെ ചുണക്കുട്ടികൾ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. 898 പോയിന്റുകളോടെ തൃശൂർ രണ്ടാമതെത്തിയപ്പോൾ 881 പോയിന്റുകളുമായി ആതിഥേയരായ മലപ്പുറം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കലോത്സവ മാനുവൽ പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മാപ്പിള കലകളുടെ മികവിൽ മലബാർ മുന്നേറിയപ്പോൾ നൃത്ത ഇനങ്ങളുടെ തികവിൽ അവസാന നിമിഷം വരെ തൃശൂർ പോരാട്ടം കാഴ്ചവെച്ചു. അനുഷ്ഠാന കലകളിലൂടെയാണ് പാലക്കാട് വിജയക്കൂട്ടൊരുക്കിയത്. പാലക്കാട് ആലത്തൂർ BSS ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാമതെത്തിയപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നിലെത്തി. നങ്ങ്യാർകൂത്തും ചവിട്ടുനാടകവും ഉൾപ്പെടെ 14 ഇനങ്ങൾ ഇത്തവണ ആദ്യമായി മത്സരവേദിയിലെത്തി. അപ്പീൽ പ്രളയത്തിൽ മുങ്ങി മത്സരങ്ങൾ വൈകിയതൊഴിച്ചാൽ കാര്യമായ പരാതികൾക്കോ പരിഭവങ്ങൾക്കോ ഇടതരാതെയാണ് മേള സമാപിച്ചത്. അപ്പീലുകളുടെ എണ്ണത്തിൽ മേള റെക്കോർഡിട്ടു. 783 അപ്പീലുകൾ. അപ്പീലുകളുടെ പിൻബലത്തിൽ എത്തിയവർ പലരും വിജയികളാകുന്ന കാഴ്ച വിധി നിർണയത്തിലെ അപാകതകളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. ആശങ്കകളോടെ തുടക്കമിട്ടെങ്കിലും സുസജ്ജമായ ക്രമീകരണങ്ങളാൽ അഭിനന്ദനം വാരിക്കൂട്ടി സംഘാടകരും ജനപ്രതിനിധികളും. ഒപ്പം നാടോടിക്കൂടി രാവുകളിൽ സുരക്ഷയൊരുക്കിയ പോലീസും സന്നദ്ധ പ്രവർത്തകരും. രാവളുക്കോളം കൂട്ടായെത്തിയ നാട്ടുകൂട്ടം തന്നെ മേളയിലെ താരങ്ങൾ. ജനകീയതയുടെ പുതിയ ചരിത്രമേതിയ മേളയിൽ 7ാം വട്ടവും കോഴിക്കോടിന്റെ വിജയക്കുതിപ്പ്. കലയുടെ വരുംകാലം കൂടുതൽ ശോഭനമാണെന്ന സൂചന കൂടി നൽകിയാണ് മേളയ്ക്ക് കൊടിയിറക്കം. ക്യാമറാമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ജസ്റ്റിന തോമസ്, ടീം ഇന്ത്യ വിഷൻ.